ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു റീറ്റെയിനിങ് വാളാണ് റബ്ബിൾ മേസൺറി റീറ്റെയിനിങ് വാൾ. അതായത് കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള വാൾസ്. അപ്പോൾ പല സമയത്തും നമുക്ക് മണ്ണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന അവസ്ഥകളും ഇതേപോലെ തന്നെ മഴക്കാലമായാൽ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ പല സമയത്തും പല ആളുകളും പലതായിരിക്കും പറയുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, നമ്മൾ ഇതേപോലെ ഒരു കരിങ്കല്ല് കൊണ്ട് ഇത്രയും നല്ലപോലെ കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ. ആക്ച്വലി ഈ ഒരു റബ്ബിൾ മേസൺറി ചെയ്യുന്ന സമയത്ത് പല ആളുകളും അതിൽ സ്ട്രക്ചറൽ ഡിസൈനോ അല്ലെങ്കിൽ അതിനൊരു ഡിസൈൻ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ആക്ച്വലി ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് റീറ്റെയിനിങ് വാൾസ് എന്നുള്ളത്. റീറ്റെയിനിങ് വാൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഡിസൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു അപകടമായിരിക്കും അതിന് ചിലപ്പോൾ പിന്നിൽ വരാനുണ്ടാവുക. അപ്പം ഈ റബ്ബിൾ മേസൺറി ചെയ്യുന്ന സമയത്ത് റീറ്റെയിനിങ് വാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്ന്, അവിടുത്തെ മണ്ണിൻ്റെ ഘടന പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് എത്ര ഹൈറ്റിലാണ് നമുക്ക് മണ്ണിനെ റീറ്റെയിൻ ചെയ്യാനുള്ളത് എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ വിഡ്ത്ത് വരിക. കാരണം റബ്ബിൾ മേസൺറി റീറ്റെയിനിങ് വാൾ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഇതിൻ്റെ ഈ മണ്ണിനെ തടുത്ത് നിർത്തുന്നത്. അപ്പം നമ്മൾ വളരെ വീതി കുറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു കരിങ്കല്ല് കൊണ്ടുള്ള ഒരു കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപകാരത്തേക്കാൾ ഉപരി അപകടമായിരിക്കും വിളിച്ചു വരുത്തുന്നുണ്ടാവുക. അപ്പോൾ കാരണം നമ്മൾ അവിടെ അങ്ങനെ ഒരു വാൾ കിട്ടുന്ന സമയത്ത് മണ്ണിൻ്റെ അകത്തോട്ട് ഇറങ്ങുന്ന മഴക്കാലത്ത് ഇറങ്ങുന്ന വെള്ളം, ആ വെള്ളത്തിന് പുറത്ത് പോകാനുള്ള വഴികൾ നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത്രയും ഹൈറ്റിലുള്ള ഒരു മണ്ണിനെ റീറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു വാളിനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മഴക്കാലമാകുമ്പോൾ വെള്ളം കൂടി വരുന്ന സമയത്ത് ഈ മൊത്തത്തിലുള്ള ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലിൻ്റെ തള്ളിച്ച കാരണം ഇത് ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലോട്ടാണ് പോകാറുള്ളത്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾ, ചിലപ്പം നാട്ടിലുള്ള ആളുകൾ പറയും നമുക്ക് ബെൽറ്റ് ഇട്ടാൽ മതി, ബെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീതി കുറച്ച് ചെയ്യാം. അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം പല സമയത്ത് എന്തിന് ഇത്ര വീതിയിൽ ചെയ്യണം, ഇത് ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് ഉപകാരം, കാരണം അത് അത്രയും പൈസയല്ല പോകുന്നത്, കാരണം ലക്ഷങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ ചിലവാക്കിയിട്ട് ഞങ്ങൾക്ക് ഒറ്റൊരു വാളിന് വേണ്ടി എന്തിനു ചിലവാക്കണം, ഇങ്ങനെ പല രീതിയിൽ ആളുകൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ ക്ലയൻസിനോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് എത്രയാണോ ഹൈറ്റ് ചെയ്യാനുള്ളത് അതിനനുസരിച്ച് വീതിയിൽ താഴ്ന്ന് കെട്ടി മുകളിലോട്ട് വരുമ്പം അത് വീതി കുറച്ച് കൊണ്ടുവന്നിട്ട് ചെയ്യാം. കാരണം IS കോഡ് പറയുന്നത് പറഞ്ഞാൽ അത് ഡ്രൈ റബ്ബിൾ മേസൺറി ആണെങ്കിൽ 0.5 H എന്നാണ്. അതായത് 3 മീറ്റർ ഹൈറ്റുള്ള ഒരു വാളാണെങ്കിൽ താഴെ 1.5 മീറ്ററിൽ കെട്ടിയിട്ട് അത് മുകളിലോട്ട് വരുമ്പോൾ കുറച്ച് ചെയ്യണം എന്നുള്ളതാണ് IS കോഡ് പറയുന്നത്. കാരണം എത്രയാണോ ഹൈറ്റ് അതിൻ്റെ പകുതി വിഡ്ത്ത് വേണം ആ ഒരു പോയിന്റിൽ എന്നുള്ളതാണ്. അപ്പം ആ ഒരു രീതിയിലോട്ട് അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതേപോലെ തന്നെ വീപ്പ് ഹോൾസ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മഴയത്ത് വെള്ളം കുടിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ആ വെള്ളത്തിനെ പുറത്തോട്ട് തള്ളാൻ വീപ്പ് ഹോൾസ് എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റി കൊടുക്കുക. അതായത് ഒരു പൈപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ കൊടുത്തു കഴിയുമ്പം ഈ അഡീഷണൽ വരുന്ന വെള്ളം ആ ഒരു പൈപ്പ് വഴി പുറത്തോട്ട് ഒഴുകിപ്പോയിക്കോളും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു വാളിലോട്ട് വരുന്ന ലോഡ്, ഹൊറിസോണ്ടലായിട്ട് വരുന്ന ലാറ്ററൽ ലോഡിനെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ നമ്മളൊരു ലേമാൻ പറയുന്നത് കേട്ടിട്ട് അവിടെ ഒരു ബെൽറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അഡീഷണൽ കോളംസ് കൊടുത്തത് കൊണ്ടോ നമുക്ക് ഈ ഒരു റീറ്റെയിനിങ് വാൾ അവിടെ ആ ഒരു മണ്ണിനെ തടുത്ത് നിർത്താൻ സഹായിക്കില്ല. അപ്പം ഈ ഒരു കാര്യം ഇനി നമ്മളൊരു റീറ്റെയിനിങ് വാളിൻ്റെ ഒരു വർക്കിലോട്ട് ഇറങ്ങുമ്പം വളരെ ശ്രദ്ധിക്കുക. അതിന് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഓരോ മഴക്കാലത്തും നമ്മുടെ നാടുകൾ കാണുന്ന പോലെ ഈ കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീഴുക, അതുകൊണ്ടുണ്ടാകുന്ന വീടിൻ്റെ തറ എക്സ്പോസ് ആവുക, അല്ലെങ്കിൽ വീട് തന്നെ അതിൻ്റെ കൂടെ ഇടിഞ്ഞു വീഴുക, ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ റീറ്റെയിനിങ് വാൾസ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻസ് എടുത്തിട്ട് ചെയ്യുക എന്നുള്ളത്.